അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചിക്കൻ മധുഹത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. 1 ടീസ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, 8 ഗ്രാമ്പു, 8 ഏലക്ക, 2 പട്ട, പിന്നെ 1 ബേ ലീഫ്. ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാം, വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം നമ്മളൊരു മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബസ്മതി റൈസാണ്. അപ്പോൾ ഈ റൈസ് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഒരു 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ പാനിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടത്. ഞാനിപ്പോൾ എത്രയാണ് സ്പൈസസിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ കാണും. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്ത ശേഷം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം പാനിലേക്ക് ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ചേർക്കാം. ഇനി 1 ഓണിയൻ, പിന്നെ 2 ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. 4 പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ വെളുത്തുള്ളിയും മിക്സിയിലടിച്ചിട്ട് വെക്കുന്നതാണ്, മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡറാണ്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി ചെയ്തെടുക്കുക. നമ്മൾ തക്കാളിയുടെ ഒരു പച്ചമണം കിട്ടാനാണ്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു മസാലയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് മതിയാകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നമുക്കൊന്ന് അടിച്ചു വെക്കാം. ചിക്കൻ ഒരു 60% എങ്കിലും കുക്കാവണം. ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ഇടുന്നുണ്ട്. 3 കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് റൈസിന് 5.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. 2 പച്ചമുളകും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ റൈസ് ഇങ്ങനെ മുതൽ പൊങ്ങി വരുന്ന രീതിയിൽ. അപ്പം നമ്മളിവിടെ ചിക്കൻ മധുഹത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.